ലക്ഷ്മി ഹിയർ. അപ്പോൾ ഇന്ന് ഒരു പുതിയ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ്. ഇന്നത്തെ ബ്യൂട്ടി ടിപ്പിൽ ഞാൻ പറയാൻ പോകുന്നത് ബേസ് കളർ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. ബേസ് കളർ എന്താകും എന്നാകും സംശയം. ബേസ് കളർ മീൻസ് നമ്മുടെ മുടിയുടെ ബേസ് കളർ ഏതാണോ ആ കളർ നമ്മൾ മുടിയിലേക്ക് കൊടുത്ത് നമ്മുടെ കളറിനെ ഈവൻ ആക്കുന്ന ഒരു രീതിയാണ് ബേസ് കളർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നല്ലവണ്ണം പറയുകയാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ നരച്ച് വെള്ള കളറാകുമ്പോൾ അത് നമ്മുടെ ഹെയറിൻ്റെ അതേ കളറുമായിട്ട് ഈവൻ ആക്കി ഇടുക. നമ്മൾ ഡൈ ചെയ്യുക, കളറിങ് എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. പക്ഷേ ഇതിൽ വരുന്നൊരു കുഴപ്പം എന്തെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും അവരുടെ ഹെയറിൻ്റെ കളറുകളല്ല നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് എന്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ഫേസിൻ്റെ തന്നെ ആ ഒരു ലുക്ക് അങ്ങ് മാറിപ്പോകും. വലിയ വലിയ പ്രശസ്തരായ നടന്മാരെ പോലും ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് കാണാറുണ്ട്. ഈവൻ ഞാൻ അടുത്തൊരു ഫിലിം കണ്ടു. ഇപ്പോൾ ഈ പടക്കളോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ അതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഡൈയുടെ കളർ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഭയങ്കര ഡാർക്ക് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസിന് വരുന്ന ആ ഒരു ചേഞ്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനാണ് കേട്ടോ. ബേസ് കളർ മീൻസ് നമ്മുടെ ഹെയറിന് ഒരു ലെവലുണ്ട്. അതായത് നമ്മുടെ ഓൾ ഏഷ്യൻ ഹെയർസ് ആർ ഇത് നമുക്കിങ്ങനെ പോകുന്നത് ഒരു 1 to 4 ലെവൽ വരെ മാത്രമേ നമുക്ക് ഏഷ്യൻ ഹെയർസിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാം യൂറോപ്യൻ ഹെയർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ കളറ് ഏതാണോ ആ ഒരു ലെവൽ കളർ മാത്രമേ നമ്മൾ ഹെയർ കളറിങ് ടൈമിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല, ഒരു വിഗ് വെച്ച മാതിരി ഒന്നും ഫീൽ ചെയ്യത്തില്ല. നമുക്കൊരു നാച്ചുറൽ ലുക്ക്, നമ്മുടെ അതേ നാച്ചുറൽ ലുക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ബേസ് കളർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉള്ളൊരു ടിപ്പാണിത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.